അസ്സലാമലൈക്കും, റമദാൻ മുബാറക്. എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മദേഴ്സ് റെസിപ്പി ഇഫ്താറിയത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വീണ്ടും തൃശ്ശൂർ, നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരിയായ ഫജി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി വീഡിയോസ് കണ്ടു കാണുമല്ലോ, എപ്പിസോഡൊക്കെ. മിസ്റ്ററി ബോക്സ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടാവും. അതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് പ്ലേസ് ചെയ്യും. ഏത് മിസ്റ്ററി ബോക്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കും ഒരു അടിപൊളി റെസിപ്പി കാണിച്ചു തരണം. റെഡിയാണോ? റെഡി. എന്നാ ചൂസ് ചെയ്തു. ഇപ്പോൾ തുറക്കല്ലേ? ഇതന്നെയാണല്ലോ, മനസ്സ് മാറില്ലല്ലോ. ഇല്ല, ഇത് മതി. ശരി, ഓക്കെ. നല്ല മദേഴ്സ് റെസിപ്പിയുടെ ചാട്ട് മസാല, അതേപോലെ തന്നെ മദേഴ്സ് റെസിപ്പിയുടെ ബോംബെ സാൻഡ്വിച്ച് ചട്നി, പിന്നെ നമുക്ക് പീനട്ട്സ്, പൈനാപ്പിൾ, പനീറും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് 2 റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. എന്താണ് സാധനം? ഇതൊരു ചെറിയ ചാറ്റ് സാലഡ് പോലെ, പൈനാപ്പിൾ ചാറ്റ് സാലഡ്. ഓക്കെ, മിന്റ്, പൈനാപ്പിൾ മിന്റ് ചാറ്റ് സാലഡ്. പൈനാപ്പിൾ മിന്റ് ചാറ്റ് സാലഡ്. ഓക്കെ, അത് പിന്നെ ഒരു പനീർ ബ്രെഡ് റോൾ. പനീർ ബ്രെഡ് റോൾ. അപ്പോൾ തുടങ്ങാം. എന്തൊക്കെയാ? എല്ലാം നമ്മൾ തന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇത് പനീർ റോളാണ്. അപ്പോൾ പനീർ ഉണ്ട്, ഗ്രീൻ ചില്ലീസ്, ഓണിയൻസ്, ടൊമാറ്റോ, റെഡ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ക്യൂമിൻ പൗഡർ, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ സോൾട്ട്, പിന്നെ റോൾ ചെയ്യാൻ ബ്രെഡ്, അതിൻ്റെ കോട്ടിങ്ങിന് നമുക്ക് എഗ്ഗും ബ്രെഡ് ക്രംസും. ഡൺ. ഇന്ന സാധനങ്ങൾ വെച്ച് തുടങ്ങാം നമുക്ക്. പെട്ടെന്ന് ആയിപ്പോട്ടെ എല്ലാം. മദേഴ്സ് റെസിപ്പി ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തിട്ടുണ്ട്. നോ ആഡഡ് പ്രിസർവേറ്റീവ്സ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഇതൊന്ന് വഴറ്റി വരുമ്പം നമുക്ക് കുറച്ച് ഗ്രീൻ ചില്ലീസ്, നമുക്ക് ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മദേഴ്സ് റെസിപ്പിയുടെ ആ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ, ഓക്കെ, കുറച്ച് ടർമറിക് പൗഡർ, ഓക്കെ, ഇതൊന്ന് സോട്ട് ചെയ്യാം. നമ്മൾ പനീർ ഇട്ടു, അതൊന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വേണം. 2 minutes. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ക്യൂമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കും. സോൾട്ട് കുറച്ച് അല്ലേ? ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇടാം. നല്ല ഫ്ലേവറിങ് കിട്ടും. നൈസ്. അപ്പോൾ ഇത് റെഡിയായി. നമുക്കിത് റോൾ ചെയ്ത് ഫിൽ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബ്രെഡ്, ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു നിങ്ങൾ തന്ന ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, മദേഴ്സ് റെസിപ്പി ബോംബെ സാൻഡ്വിച്ച് സ്പ്രെഡ്, അത് ഇവിടെ വരും. അടിപൊളി. നമുക്ക് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് എഗ്ഗും നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പൊരിക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചാട്ടുണ്ട്. തീ കുറച്ച് വെക്കണോ? ലിഡ് വേണോ? വേണ്ട, ലിഡ് ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾസ് ഇട്ട് കൊടുക്കാം, ഓണിയൻസ്, പിന്നെ കുക്കുംബർ. ഇതിലത്തെ മെയിൻ നമ്മുടെ പൈനാപ്പിളും മിൻറ്റാണ്. മിൻറ്റ് ലീവ്സ് ആണ്. യെസ്. കുറച്ച് ക്യൂമിൻ പൗഡർ, പെപ്പർ പൗഡർ, ലൈം ജ്യൂസ്, ഓക്കെ, സോൾട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതും മിക്സ് ചെയ്തു. ഇനിയാണ് നമ്മുടെ മദേഴ്സ് റെസിപ്പിൻ്റെ ചാറ്റ് മസാല. അപ്പം ചാറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഒരു ചെറിയ പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പപ്പട അതാണ് ഇവിടെ കിട്ടാതെ. ഗൈസ്, മദേഴ്സ് ഇവിടെ പപ്പട അതുണ്ട്. പിന്നെ അല്ല, അപ്പം അടിപൊളി. അപ്പോൾ നമുക്കിത് സെറ്റാക്കാം. കമോൺ, തുടങ്ങിക്കോ. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയോ? യെസ്, നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ വേണ്ട. ഓക്കെ, ചാട്ട് ഇത് അതിഗംഭീര ഫ്ലേവർ പാക്ട് ചാട്ടിന് കുറച്ച് നിങ്ങൾ പപ്പടം പറഞ്ഞ ഇവിടെ പപ്പടം തവണ ഒന്നില്ലേ? ഇതാണ് മദേഴ്സ് റെസിപ്പി. യെസ്, അതിൻ്റെ
എല്ലാം ഇപ്പോൾ സെറ്റായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ദേ നമ്മുടെ സാധനമൊക്കെ റെഡി ആയിരിക്കും. അതേ ഇതിൻ്റെ ടെക്സ്ചർ നോക്കിയേ, വാവ്. ഇതിൻ്റെ അകത്ത് നോക്കി, ഇതാ ഒരു പാപ്പടം എടുത്ത് ഇങ്ങനെ അല്ലേ. അതെ. ഓ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒരു നീറ്റ് സ്നാക്ക്, അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഫ്രൂട്ടി ചാട്ട്. താങ്ക് യു സോ മച്ച് മദേഴ്സ് റെസിപ്പി ഇഫ്താറിയർ. സ്റ്റേ ട്യൂൺ ഫോർ another episode with another new guest.